സോ ഗൈസ്, നമുക്ക് നമ്മുടെ വൺ പീസിലെ നേവിയുടെ ഭാഗത്തുള്ള സ്ട്രോങ്ങസ്റ്റ് ഫൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫൈനൽ വാറിൽ ഇവർ എന്തായാലും മേജറായിട്ടുള്ള ഒരു റോള് വഹിക്കുന്നതായിരിക്കും. സോ ഇത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. എന്നാലും മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. ഇനി നമുക്ക് 8K ആവാൻ വെറും ഇത്ര സബ് മാത്രമാണ് ആവശ്യമുള്ളത്. അവിടെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ 8K എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. സോ ഞാനധികം പറഞ്ഞു പഠിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഗാർപ്പ് അതുപോലെ സെങ്കോക്കു, ഇവർ രണ്ടുപേരും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവർ രണ്ടുപേരും എത്രമാത്രം പവർഫുൾ ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഗാർപ്പിൻ്റെ ഈക്വലാണ് സെങ്കോക്കു എന്നിവരെ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. നമ്മുടെ ഗാർപ്പ് ഹാച്ചിനോസുൽ എന്താണ് ചെയ്തതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ അഡ്മിറൽസ് ആണ്. ഇതിൽ നമ്മുടെ ഫുച്ചിറ്റോറ, അതുപോലെ തന്നെ ഗ്രീൻ ബുള്, പിന്നെ നമ്മുടെ കീസരു, 3 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഇവർ എല്ലാവരും തന്നെ ഒരു യോങ്കോ ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും ലെവലുള്ള ഫൈറ്റേഴ്സാണ്. ഇവർ ഓരോരുത്തരും പൊസസ് ചെയ്യുന്നത് സ്റ്റോറിയിലെ തന്നെ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ട് പവേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഇവരും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് ഫൈനൽ വാറിൽ നല്ലൊരു അസറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെയുള്ള പ്രശ്നം നമ്മുടെ ഫൂച്ചിഡോറയും കീസരും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ബിട്രെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ തിയറി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പം നമ്മൾ അതൊന്നും കാര്യമാക്കുന്നില്ല. പിന്നെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ നമ്മുടെ കോങ് ആണ്. സ്റ്റോറിയിൽ വലിയ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കമാൻഡറാണ് കോങ്. നമ്മുടെ ഗാർപ്പിൻ്റെയും സെങ്കോക്കിൻ്റെ ഒക്കെ ടൈമിൽ കോങ് ആയിരുന്നു ഫ്ലീറ്റ് അഡ്മിറൽ. അതുകൊണ്ട് അദ്ദേഹവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെയുള്ള ക്യാരക്ടർ മറ്റാരുമല്ല, നമ്മുടെ അക്കൈനാണ്. ഫോർമർ അഡ്മിറലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെവിൾ ഫ്രൂട്ട് സ്റ്റോറിയിൽ തന്നെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് പവറുള്ള ഡെവിൾ ഫ്രൂട്ട്സുകളിൽ ഒന്നാണെന്ന് നമ്മുടെ ഓടെ തന്നെ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ അക്കൈനയുടെ അബ്സല്യൂട്ട് ജസ്റ്റിസിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അക്കൈനു ജസ്റ്റിസിൻ്റെ പേരിൽ എന്ത് വേണമെങ്കിലും ചെയ്യും, അത് ആരും തന്നെ ആയിക്കോട്ടെ. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് മറ്റവരെല്ലാം നമ്മുടെ സെറാഫിംസ് ആണ്. ഇവരെന്തായാലും ഫൈനൽ പറഞ്ഞ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നെയായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഹൈ അതോറിറ്റി അവരുടെ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ 5 എൽഡേഴ്സ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് തന്നെയായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഞാൻ ഈ ലീസ്റ്റ് നമ്മുടെ പവർ ബേസിലൊന്നുമല്ല റാങ്ക് ചെയ്യുന്നത്. നമ്മുടെ വേൾഡ് ഗവൺമെൻറ് സൈഡിലുള്ള സ്ട്രോങ്സ്റ്റ് ഫൈറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് റാൻഡായിട്ടാണ് ഞാൻ ക്യാരക്ടേഴ്സിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ഹോളി നൈറ്റ്സ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഹോളി നൈറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അധികമൊന്നും ആയിട്ടില്ലെങ്കിലും ഹോളി നൈറ്റ്സും വളരെ പവർഫുൾ തന്നെയാണ്. ഇനി ഒരു പക്ഷേ അടുത്തിറങ്ങാൻ പോകുന്ന ചാപ്റ്ററിൽ നമുക്ക് ഹോളി നൈറ്റ്സിൻ്റെ ട്രൂ പവർ എന്താണെന്ന് കാണാൻ കഴിഞ്ഞേക്കും. കാരണം നമ്മൾ ഇതുവരെ സ്റ്റോറിയിൽ നമ്മളെ ഹോളി നൈറ്റ്സിനെ ഒരു ജോക്കേഴ്സിനെ പോലെയാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ നമ്മളെ ഹോളി നൈറ്റ്സിന് ചെറിയൊരു പവറൊക്കെ കിട്ടിയിരുന്ന രീതി കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിൽ നമുക്ക് അവരുടെ ട്രൂ പവർ കാണാൻ കഴിഞ്ഞേക്കും. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ 5 എൽഡേഴ്സ് ആണ്. നമുക്കറിയാം, 5 എൽഡേഴ്സിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഹെഡ് കണ്ടിട്ടുണ്ട് അവർ എത്രമാത്രം പവർഫുൾ ആണെന്ന്. ഇപ്പോൾ സാറ്റേൺ പോയതോടുകൂടി നമ്മുടെ ഗാർലിങ്ങിനെ അതിലേക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും 5 എൽഡേഴ്സും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പായി തന്നെ മാറിയിട്ടുണ്ടാവും. പിന്നെ ഫൈനലി ഈ ലിസ്റ്റിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഇമുസാമ തന്നെയാണ്. ഇമുസാമയുടെ പവേഴ്സിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇപ്പം നിങ്ങളൊരു മാങ്ക റീഡർ ആണെങ്കിൽ നിങ്ങൾ എൽബാഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇമുസാമയുടെ പവർ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. സോ ഇത്രയും പേരാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന മെയിൻ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ലൂഫിയുടെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാൻ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.